ഹലോ ഗായ്സ്, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോമ്പിൻ്റെ 7 നമുക്ക് പരിസുകൾ തരുന്ന അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മുഅ്മിനായ മക്കളും ഈ താൽക്കാലിക ലോകത്തിൽ മിക വലിയ കഠിനമായ ഇതിൽ നമ്മൾ പോകുന്നതാണ് മരണം എന്നൊരു സംഭവം. അത് ഖിയാമത്ത് നാൾ വരെ നമ്മൾ വാനം പുളക്കപ്പെടും, നക്ഷത്രങ്ങൾ ഉതിർന്നു വിടും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖിയാമത്ത് നാളിൽ സൂര്യൻ വന്നിട്ട് നമ്മളുടെ തലയ്ക്ക് നേര് വന്ന് അത്രയും മുറിവാക്കി തലയ്ക്ക് മിക അരികിൽ വന്ന് നമുക്ക് മൊത്തമാകെ ഒരു ഇതാകും. കടും ചൂട്ടിൽ അത്രയും നെരുപ്പിൻ്റെ ഇതില്ലേ ചൂട്, അത്രയും വെയിൽ ഭൂമിയിൽ നമ്മൾ ഒരു പൊട്ട് വെള്ളമില്ലാതെ അലഞ്ഞ് എന്തെങ്കിലും കൊടുത്തെങ്കിലും ഈ ലോകത്തിലുള്ള എന്തെങ്കിലും കൊടുത്തെങ്കിലും ഒരു പൊട്ട് ദാഹജലം നമുക്ക് ലഭിക്കുമോ എന്ന് നമ്മൾ തേടും ഈ ലോകത്ത് തേടും. അപ്പോൾ കിട്ടില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ തേടും. അപ്പോൾ യാ നഫ്സി എൻ്റെ കാര്യം എന്താവും എന്ന് നമ്മൾ പടഞ്ഞിതാവും. അപ്പോൾ ദാഹത്താൽ തൊണ്ട വരണ്ട് ആ നേരത്ത് അല്ലാഹു റബ്ബേ ആലമീൻ വന്ന് നമുക്ക് ഒരു കുറിപ്പിട്ട ഒരു കൂട്ടത്തിനെ അറിയിക്കുമത്രേ, VIP കൂട്ടം എന്ന് പറയും. അപ്പോൾ അതാണ് നമ്മളുടെ മുഅ്മിനായ മക്കൾ, സ്വർഗവാസികൾ. അപ്പോൾ അവർക്ക് മാത്രം അല്ലാഹു നിൻ്റെ ഭാഗ്യം, ആ ഭാഗ്യശാലികൾ ആരെല്ലാമാണെന്ന് അല്ലാഹു മലക്കുകൾ വന്ന് ആ കൂട്ടത്തിനെ നരകവാസികൾ ഉണ്ടാവും, സ്വർഗവാസികൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ കൂട്ടത്തിനെ അല്ലാഹു മലക്കുകളെ അനുപ്പി മലക്കുകൾ വന്നിട്ട് അതിനെ മാറ്റി ആ കൂട്ടത്തിനെയൊക്കെ മാറ്റി ഇതാക്കി അള്ളാഹുവിന് നോമ്പ് വെച്ച ആൾക്കാർ ആരൊക്കെയാണ്, അള്ളാഹുവിന് വേണ്ടി ദാഹജലമില്ലാതെ ഉണർവ് എന്ന് പറഞ്ഞാൽ ഭക്ഷണമില്ലാതെ ആരൊക്കെയാണ് എൻ്റെ അടിയാറുകൾ ഇരുന്നത്, അവർക്ക് വേണ്ടി എനിക്ക് ഭക്ഷണമില്ലാതെ എനിക്ക് വേണ്ടി നോമ്പ് നോറ്റ, അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോറ്റ അവർക്ക് വേണ്ടി ഭക്ഷണമില്ലാതെ കിടന്നവർക്ക് മാത്രമാണ് അള്ളാഹു എന്ത് തരുന്നത്, നേരിട്ട് സ്വർഗം നൽകുന്നത്. അപ്പോൾ ഒരു പേടിയുമില്ലാതെ ആ നോമ്പ് വെച്ചവർക്ക് മാത്രമാണ്. അപ്പോൾ ആദ്യം വന്നിട്ട് നമുക്ക് റയാൻ വാസൽ, ഖിയാമത്ത് നാളിൽ ആ റയാൻ വാസൽ നോമ്പ് വെച്ചാൽ മാത്രം ലഭിക്കുന്ന ഒരു ഇതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് പറഞ്ഞാൽ കസ്തൂരി മണം എന്നാണ് പറയുന്നത്. നമ്മുടെ നോമ്പ് വെച്ച് രാവിലെ എണീറ്റ് പല്ല് തേച്ച് ആ നോമ്പ് വെച്ച് ആ നോമ്പോടെ ആ വായ മണത്തോടെ ഇരിക്കണം നോമ്പ്. അതാണ് കസ്തൂരി മണം എന്ന് പറയുന്നത്. എന്നിട്ട് ഇഫ്താറിന് നോമ്പ് വയ്ക്കുന്നവരയ്ക്കും ആ മണം അള്ളാഹുവിന് നല്ല ഇഷ്ടമാണത്രേ. അതോടുകൂടി നോമ്പ് വയ്ക്കുകയും അതോടുകൂടി നോമ്പ് മുറിക്കുകയും ചെയ്യുന്നതാണ് കസ്തൂരി മണം. അള്ളാഹുവിന് പിടിച്ച മണമാണ് ആ നോമ്പിൻ്റെ മണം. രണ്ടാമത്തത് അതാണ്. മൂന്നാമത്തത് ഈ നോമ്പ് വയ്ക്കുന്ന ആളുടെ ഇഫ്താർ അത് മറുമയിൽ നമ്മൾ ഖിയാമത്ത് നാളിൽ ഇഫ്താർ ലഭിക്കും എന്നതാണ്. പിന്നെ നാലാമത്തത് നരകത്തിൻ്റെ ആ ചൂട്ടിൽ നിന്നും നമ്മൾ കാക്കപ്പെടും എന്നാണ് പറയുന്നത്. നാലാമത്തത് അതാണ്, നരകത്തിൻ്റെ ചൂട്ടിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും മഹിമകളാണ് നമ്മൾ നോമ്പ് വെച്ചാൽ കിട്ടുന്നത്. അപ്പോൾ അഞ്ചാമത്തത് സഹായം, ആരെങ്കിലും നോമ്പ് വെച്ചവർക്ക് എന്തെങ്കിലും ഉടൻ സഹായം ലഭിക്കുന്നതാണ് അഞ്ചാമത്തത് അതാണ്. ആറാമത്തത് പാപങ്ങൾ, നമ്മുടെ എല്ലാ പാപങ്ങളും ആദ്യം ചെയ്ത പാപങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. ആറാമത്തത് അതാണ്. ഏഴാമത്തതാണ് അള്ളാഹുവിൻ്റെ നോമ്പിൻ്റെ കൂലി. ആദമിൻ്റെ മകൻ അവനെ കൂലിയാക്കി, അവനെയാണ് നമുക്ക് കൂലി, അള്ളാഹുവാണ് നമുക്ക് കൂലി.
ഏഴാമത്തത് അതാണ് വലിയ സമ്പത്ത്. ലോകത്തിൻ്റെ വലിയ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹുവിന് വേണ്ടി അള്ളാഹു നോമ്പ് നോക്കുകയും അതിനെ നമ്മൾ ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹുവെയാണ് നോമ്പിൻ്റെ കൂലി. ഏഴാമത്തത് അതാണ്, അള്ളാഹുവേയാണ് നമ്മളുടെ നോമ്പിൻ്റെ കൂലി. അപ്പോൾ ഇത്രയും നോമ്പിന് ഇതുണ്ട്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ നോമ്പ് വയ്ക്കുക. ഇന്ന് 9ാമത്തെ നോമ്പായി, നാളെ 10ാമത്തെ നോമ്പാണ്. 10 നോമ്പും എത്ര വേഗമാണ് കടന്നു പോയത്. അത്ര ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ ഈ നോമ്പിന്. എല്ലാം അള്ളാഹുവിൻ്റെ ഇതാണ്. അപ്പോൾ എല്ലാവരും നോമ്പ് വയ്ക്കുക. 7 നന്മകൾ ഇതിലൂടെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നോമ്പ് വെച്ച് ദാഹജലമില്ലാതെയും ഭക്ഷണമില്ലാതെയും ഇരിക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും കിട്ടും. ഇവിടെ കിട്ടാത്ത നമുക്ക് മുകളിൽ പോയാൽ ഖിയാമത്ത് നാളിൽ നമുക്ക് മുകളിൽ പോയി എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ നോമ്പ് കൊണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും നോമ്പ് വയ്ക്കുക. വയ്യാത്തവരൊന്നും വയ്ക്കേണ്ട, ചെറിയ മക്കളൊന്നും വയ്ക്കാൻ പറഞ്ഞിട്ടില്ല. അള്ളാഹു വയ്ക്കുന്നവർ, നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നവർ വയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നന്മകൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ. അസ്സലാമു അലൈക്കും. ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും.